എന്റെ കൂടെ ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കല്ലോ. ഞാൻ മസ്താനി. എവിടെയായിരുന്നു? എവിടേക്ക് അന്വേഷിച്ചെന്നറിയാമോ? പത്രത്തിൽ കൊടുക്കാൻ പോയതാ. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് ബോസിൽ നിന്ന് വന്നപ്പോ ഇപ്പൊ നിന്റെ ഫീലിംഗ് എന്താ? വീട്ടിൽ നിന്ന് എല്ലാവരും പറഞ്ഞിട്ടും അവരോടൊക്കെ വഴക്കുണ്ടാക്കി ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അതിനുള്ള പ്രതിഫലം എനിക്ക് കിട്ടി. എന്റെ ജീവിതത്തിൽ ഞാനെടുത്ത ഏറ്റവും വലിയ മണ്ടത്തരായിരുന്നു. അല്ല, ഇത്തരം ചതികളെല്ലാം പറ്റാൻ താങ്കൾ എന്താണ് പൊട്ടനായിരുന്നു? ഞാൻ അവരെ വിശ്വസിച്ചത് ഒരു പൊട്ടത്തരായിരിക്കാം. അതൊരു പൊട്ടത്തരാണെങ്കിൽ ഞാനൊരു പൊട്ടനാണ്. അപ്പൊ നിങ്ങൾ റിയാക്ട് ചെയ്യുന്നു, അതോടുകൂടെ കഷ്ടകാലം തുടങ്ങുന്നു. അയ്യോ അതെന്ത്? നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അത് അന്നത്തെ ചോരത്തിളപ്പിന്. ശരിക്കും പറഞ്ഞ അപ്പാനി എവിക്റ്റായ സമയത്ത് അത്രയൊക്കെ ഓവറാവേണ്ട ആവശ്യമുണ്ടായിരുന്നു? അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. കൗതുക ലേശം കൂടുതലാണ്. സത്യം പറഞ്ഞാ ഇല്ലായിരുന്നു. എനിക്ക് തോന്നി കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. ഞാൻ അവിടെ നെഗറ്റീവ് ഗെയിമാണ് കളിച്ചത്. അപ്പൊ നീ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. അതിൻ്റെതാണ് ഇപ്പൊ പല പ്രേക്ഷകരും എന്നെ അതിന്റെ പേരിൽ കുറെ ട്രോൾ ഒരു ആവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. വരുന്നുണ്ട്, കുറെ ക്രിറ്റിസിസംസ് വരുന്നുണ്ട്. അതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഞാൻ ചെയ്ത എന്റെ നെഗറ്റീവ് എന്തൊക്കെ പുറത്ത് വന്നിട്ടുണ്ടോ അത് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വന്നോണ്ടിരുന്നു. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. കയറി വന്നതേ ഉള്ളൂ. ഇതൊരു കോൺട്രവേഴ്സ്യൽ ടോപ്പിക്കാണ്, ഇത് വെളിയിൽ പോകുന്നുള്ള ജീവനാണ്, ജീവന്റെ ജീവനാണ്. ഒന്ന് പറയാൻ